ചന്ദ്രനെ തൊട്ട നാസയുടെ പര്യവേക്ഷണ പേടകമായ ബ്ലൂ ഗോസ്റ്റ് സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈയുടെ പേടകമാണ് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയത്. ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന ആദ്യ സ്വകാര്യ സംരംഭമായി മാറിയിരിക്കുകയാണ് ഫയർഫ്ലൈ. അമേരിക്കയിലെ ടെക്സസ് ആസ്ഥാനമായ ഫയർഫ്ലൈ എന്ന സംരംഭകരാണ് ബ്ലൂ ഗോസ്റ്റ് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ വിക്ഷേപണ പദ്ധതി കൂടിയാണിത്. മോൺസ് ലാറ്റർലി എന്നറിയപ്പെടുന്ന ചന്ദ്രന്റെ അഗ്നിപർവ്വത സമാനമായ രൂപമുള്ള പ്രദേശത്താണ് ലാൻഡർ ഇറങ്ങിയത്. ചന്ദ്രനിലെ മെറിക്രിസിയം എന്നറിയപ്പെടുന്ന ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നതിൽ ഏറ്റവും കിഴക്ക് വശത്തുള്ള മേഖലയിലാണ് മോൺസ് ലാറ്റർലി സ്ഥിതി ചെയ്യുന്നത്. നാസയുടെ സഹകരണത്തോടെയാണ് ഫയർഫ്ലൈയുടെ ചന്ദ്രപര്യവേഷണ വാഹനം വിക്ഷേപിച്ചത്. 10 ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രപ്രതലത്തിൽ GPS-ന് സമാനമായ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള പരീക്ഷണവും ചന്ദ്രന്റെ കാന്തിക വലയം പ്രതലത്തെയും അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് സംബന്ധിച്ചുള്ള പഠനങ്ങളുമാണ് പ്രധാനമായും ദൗത്യത്തിൽ നടക്കുന്നത്. ചന്ദ്രപ്രതലത്തിലെ അതിസങ്കീർണമായ താപവ്യതിയാനം സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങൾക്കും ബ്ലൂ ഗോസ്റ്റിന് പദ്ധതിയുണ്ട്. നാസയുടെ വാണിജ്യ ചാന്ദ്രപര്യവേഷണ സേവന പദ്ധതിയുടെ ഭാഗമായാണ് വിക്ഷേപണം. 14ഓളം ഇത്തരം കമ്പനികൾ നാസയുമായി സഹകരിച്ച് വിക്ഷേപണ ദൗത്യവുമായി എത്തിയിട്ടുണ്ട്. വൻ വിജയമായി മാറിയ ബ്ലൂ ഗോസ്റ്റ് വിക്ഷേപണം ശാസ്ത്രരംഗത്തെ അടിമുടി മാറ്റിമറിക്കുമെന്ന് നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. സയൻസ് ഡെസ്ക്, ജനം.